ജേനീസ് വഴിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊത്തായിരിക്കുന്നത് ബ്രദർ രാജൻ കാലുവരിയാണ്. ഈ കാലഘട്ടത്തിൽ പല ധ്യാന കേന്ദ്രങ്ങളിലും പല ധ്യാന ഗുരുക്കന്മാരും ആത്മാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ മറിഞ്ഞു വീഴുന്ന ഒരു അനുഭവം പലരുന്നുണ്ട്. ഇതിനെ സംശയ ദൃഷ്ടിയോടെയും വിമർശന ബുദ്ധിയോടെയും കാണുന്ന പലരുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തലയിൽ കൈകളെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. യേശുവിൻ്റെ അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നു, തൊട്ടനുഗ്രഹിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുവരുന്നു. ശിഷ്യന്മാരവരെ തടയുന്നു. യേശു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു. ശിശുക്കളെ തടയരുതെന്ന് പറഞ്ഞു യേശു തൊട്ടനുഗ്രഹിക്കുന്നു. നമ്മൾ വീണ്ടും കാണുന്നു, ഈശോ സിനഗോഗിൽ പ്രസംഗിക്കാൻ പോകുന്നു. 18 വർഷമായിട്ട് കൂനിയായിരുന്ന ഒരു സഹോദരി അവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നു. ഈശോ അവളെ കണ്ടവരിക്ക് പറയുന്നു, ഇവിടെ അബ്രഹാമിന്റെ മകളല്ലേ, 18 വർഷമായിട്ട് സാത്താൻ ബന്ധിച്ചിരുന്ന ഇവളെ വിടുവിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പിശാച് ബാധയിൽ നിന്ന് ഈ സഹോദരിക്ക് മോചനവും വിടുതലും സൗഖ്യവും കിട്ടും. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നത്. കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഇമ്പാർട്ടേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ പകർച്ച എന്നാണ് പഠിപ്പിക്കുന്നത്. സഭ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിന് ശരിക്കും ഈ ഇമ്പാർട്ടേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അതിന് എന്താണ് അത് സംഭവിക്കുന്നത്? എന്താണ് ശരിക്കും നമ്മൾ സാധാരണ രീതിയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. ആദ്യ കുമ്പസാരത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഓരോ കുദാശ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. ആദ്യ കുമ്പസാരം, ആദ്യ കുർബാന സ്വീകരണ സമയത്ത് എല്ലാം ആത്മാവിന്റെ ഒരു പുതുക്കം നമ്മുടെ സംഭവിക്കുന്നു. സ്ഥൈര്യലേപന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് സഭ സ്ഥിരീകരിക്കുന്നു. തുടർന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. 12 വയസ്സിലാണ് സാധാരണ വിശുദ്ധ കുർബാനയുടെ ആദ്യ കുർബാന സ്വീകരണം നടക്കുന്നത്. ഒരു 30 വയസ്സിന് ഉള്ളിലാണ് വിവാഹം എന്ന കൂതാശയിലോ അല്ലെങ്കിൽ തിരുപ്പട്ടം എന്ന കൂതാശയിലോ സമർപ്പിത ജീവിതം എന്ന കൂതാശയിലോ നടക്കും. ഇതിൻ്റെ ഇടയിലുള്ള കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമായി പോകും. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയും പിതാവായ ദൈവം യേശുവിന്റെ പ്രാർത്ഥന കേട്ട് സഹായകനായ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കും എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. തുടർന്ന് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും പൗലോസ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 12-14 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ തിരുവാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നു. ഈ വരങ്ങളും ഫലങ്ങളും നമ്മളിലൂടെ ഉണ്ടെങ്കിലും പലപ്പോഴും അത് പുറത്തു വരുന്നില്ല. അഭിഷേകം പ്രാപിച്ച വൈദികർ അല്ലെങ്കിൽ സുവിശേഷകർ തലയിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുകയും നമ്മുടെ ഉള്ളിൽ ഉള്ള അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ കൃപകളും വരങ്ങളും ഫലങ്ങളും നമ്മുടെ ഉള്ളിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇത് ഒരു സാത്താനെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ അല്ല. പലപ്പോഴും കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആളുകൾ വീണ് കഴിയുമ്പോൾ പറയാറുള്ളത് പിശാച് പോയപ്പോൾ വീണു. അതിന് കാരണം ബാലനായ യുവാവിനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു ഊമനും ബദരിനുമായ ആത്മാവിനെ പുറത്താക്കി യേശു പ്രാർത്ഥിക്കുമ്പോൾ ആ ബാലൻ നിലത്ത് വീഴുകയും ഉരുളുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണയുണ്ട്. കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീണ് കഴിഞ്ഞാൽ അത് പിശാച് പോയതുകൊണ്ടാണ് വീണതെന്നാണ്. ഈ ആത്മാഭിഷേക പകർച്ചയും പിശാച് ബഹിഷ്കരണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പിശാചിനെ ബഹിഷ്കരിക്കാൻ ഡെലിവറൻസ് സർവീസ് അല്ലെങ്കിൽ എക്സോർസിസം, സോളം എക്സോർസിസം, മേജർ എക്സോർസിസം മുതലായ ശുശ്രൂഷകളിലൂടെയാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷയിലേക്ക് വരുന്നത്. ഇവിടെ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ പകർച്ചയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. വചനവായന വഴി, കൂദാശകളുടെ പരികർമ്മം വഴി, പ്രാർത്ഥന വഴി, ഉപവാസം വഴി ആർജിച്ചെടുത്ത ആത്മീയ ശക്തി അത് മറ്റൊരാളിലേക്ക് പകരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ അത് ചില വ്യക്തികളിലൂടെ ഈ ആത്മപകർച്ച സംഭവിക്കുന്നു. അപ്പോൾ ഈ ആത്മപകർച്ച എല്ലാ വൈദികരും
അങ്ങനെ കൈവെപ്പ് പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് സംഭവിക്കില്ല. എല്ലാ വൈദികർക്കും ഈ കൃപയുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളെ ബോധ്യമില്ലാത്ത വൈദികര് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്നും സംഭവിക്കുന്നില്ല. ചില വൈദികര് പ്രസംഗത്തിൽ തന്നെ പറയും, കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീണു എന്നുകൊണ്ട് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല, നിങ്ങൾ മാറിയാലേ മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചില നെഗറ്റീവ് കമന്റ്സ് പറയുന്ന വൈദികരുണ്ട്. അവർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. മറിച്ച് ഈ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മപകർച്ച ഉണ്ടാകുമെന്ന് ഉത്തമ ബോധ്യമുള്ള വൈദികർ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ അൽമായ സുവിശേഷകർ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഈ ആത്മപകർച്ച സംഭവിക്കുന്നു. കാരണം പല ചോദിക്കാറ് ഇത് കൈവച്ച് തള്ളിയിടുന്ന പോലെയൊക്കെ അങ്ങനെ ചിലർ പറഞ്ഞൊരു വിമർശന ബുദ്ധിയോടാണ് സംസാരിക്കാറുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാറുള്ളത്? ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സാധാരണ രീതിയിൽ വലിയ ഒരുക്കം ആവശ്യമാണ്. വലിയ ഒരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഒരു കൗൺസിലിംഗ് ശുശ്രൂഷയുടെ കടന്നു പോവുകയും അവർക്ക് എന്തെങ്കിലും മനസ്സിലുള്ള പ്രയാസങ്ങൾ, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ കൗൺസിലറോട് പറയും. ആ കൗൺസിലർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു നല്ല കുമ്പസാരത്തിന് അവരെ ഒരുക്കുന്നു. ഇതാണ് ഒന്നാമത്തെ പറഞ്ഞു. 2, നല്ലൊരു കുമ്പസാരം നടത്തുന്നു. ആ കുമ്പസാരത്തിൽ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് പാപമോചനം നേടി വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 2 ഘട്ടം ഒരുക്കം പൂർത്തിയാവും. മൂന്നാമത്തെ ഒരു ഒരുക്കം എന്ന് പറഞ്ഞാൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാനാണ്. ആ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ ഈ ആത്മപകർച്ചയുടെ ഒരു അഭിഷേക പകർച്ച ഉണ്ടാകാൻ വേണ്ടി തീവ്രമായി പ്രാർത്ഥിക്കുകയാണ് ഈ ഉപവാസ പ്രാർത്ഥന. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞ് സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തുതിയിൽ ഇരിക്കുന്ന ഒരു ദൈവം. യൂദ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്തുതി എന്നാണ്. യൂദ ഗോത്രത്തിലാണ് യേശു ജനിക്കുന്നത്. അതുകൊണ്ട് പിതാവായ ദൈവത്തെ പാടി സ്തുതിക്കുന്നു, നൃത്തം ചെയ്ത് സ്തുതിക്കുന്നു. ചെങ്കടൽ കടന്നു വന്ന മിറിയാം കപ്പെടുത്ത് ദൈവത്തെ പാടി സ്തുതിക്കുന്നു. അന്ന കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദൂതൻ കടന്നു വന്ന മറിയത്തോട് മംഗളവാർത്ത അറിയിച്ചതിന് ശേഷം മംഗളവാർത്ത കേട്ടതിന് ശേഷം മറിയം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. പൗലോസും സീലാസും ജയിലിൽ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. അപ്പൊ അവരെ ചങ്ങല പൊട്ടി വീഴുന്നു, തടവറ വീഴുന്നു, അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ബൈബിളിലുള്ള ഉടനീളം കടന്നു പോകുന്ന സമയത്ത് സ്തുതി ആരാധന നമ്മുടെ ആത്മീയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ബാഹ്യപ്രകടനമാണ്. അതുകൊണ്ട് നല്ലപോലെ സ്തുതിച്ച് പാടി ആരാധിക്കുമ്പോൾ തന്നെ ഒരു ദൈവശക്തി വെളിപ്പെടുകയും നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ പറയുന്നത് ഒരു സ്പിരിച്വൽ ഫീൽഡ് അവിടെ ഡെവലപ്പ് ചെയ്യണം. ഒരു ഓറ വന്ന് ഈ സ്ഥലത്ത് കൊണ്ടെന്ന് പറയാം. അതുകൊണ്ട് ആ ഒരു പെക്യൂലർ ഹാളിന്റെ ഉള്ളിൽ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് ഒരു ആത്മാഭിഷേകത്താൽ അവിടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ, ആ ട്രെൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ മുഴുവൻ അഭിഷേകത്തിൽ നിറയും. പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആരും കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തന്നെ പലരും വീണുപോവുകയും ചെയ്യും. ഇതിന് സാധാരണഗതിക്ക് പറയുന്നത് ഫോളിംഗ് ഇൻ സ്പിരിറ്റ് എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ആ ഫോളിംഗ് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മേലുള്ള ഒരു സെൽഫ് കൺട്രോൾ. അപ്പൊ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു നിയന്ത്രണമുണ്ട്, ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു നിയന്ത്രണമുണ്ട്. ഞാൻ നിൽക്കാൻ തീരുമാനിച്ചാൽ നിൽക്കുന്നു, ഇരിക്കാൻ തീരുമാനിച്ചാൽ ഇരിക്കുന്നു, അല്ലെ കൈ ഉയർത്താൻ തീരുമാനിച്ചാൽ ഞാൻ ഉയർത്തുന്നു, കൈ കൊട്ടാൻ തീരുമാനിച്ചാൽ ഞാൻ കൈ കൊട്ടുന്നു. പക്ഷെ ഞാൻ എന്നെ തന്നെ പരിപൂർണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ച് ദൈവാത്മാവ് എന്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാൻ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ സ്വതന്ത്രമായി പാടുകയും സ്തുതിക്കുകയും നൃത്തം ചെയ്യുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മാറിപ്പോകും, ചിലപ്പോൾ മുന്നോട്ട് തിരിഞ്ഞു ഞാൻ പുറകോട്ട് തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു ദിശയിൽ ചെന്ന് നിൽക്കുന്നു, ഞാൻ നൃത്തം ചെയ്യുന്നു, ഞാൻ സ്വതന്ത്ര മനുഷ്യനായിത്തീരുന്നു. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭവത്തെയാണ് ഫോളിംഗ് ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആ വീഴുന്ന വ്യക്തി 2 മുതൽ 5 മിനിറ്റ് വരെ താഴെ കിടക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ബാക്ക് ടു സെൻസസ് എഴുന്നേൽക്കുകയും വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ തുടരുകയും ചെയ്യും. ഇതാണ് ഒരു രീതി ഫോളിംഗ് ഇൻ സ്പിരിറ്റ് എന്ന്. അവിടെ ആരും ആരെയും കൈവച്ച് പ്രാർത്ഥിക്കുന്നില്ല, സ്വതന്ത്രമായിട്ട് സ്തുതിക്കുന്ന സമയത്ത് ഇത് ഈ ആത്മപകർച്ച സംഭവിക്കുന്നു. അപ്പോൾ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിക്കുന്ന വ്യക്തിക്കും ഒരു വളരെ വലുതായ ഒരു ആത്മീയമായിട്ട് ഒരുക്കം ആവശ്യമാണ്. സ്വീകരിക്കുന്ന വ്യക്തിക്ക് ആത്മീയമായ ഒരുക്കം ഉണ്ടെങ്കിൽ മാത്രമാണ് ആത്മപകർച്ച സംഭവിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോകും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ആശുപത്രിയിൽ ഏതെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നേഴ്സ് പറയുന്നുണ്ട് ബലം പിടിക്കരുത്, തളർത്തിയിട് എന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ വെയിലെടുക്കാനാണെങ്കിൽ തട്ടി 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 അവിടെ സ്റ്റിഫായിട്ട് നിൽക്കുകയാണെങ്കിൽ തളർത്തും. ഈ തളർന്ന് നിൽക്കുന്ന സമയത്താണ് ശരീരത്തിലേക്ക് പുറത്തുനിന്നുള്ള മരുന്നുകൾ പോലും പ്രവേശിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ഒരുക്കമാണ് ശുശ്രൂഷ നയിക്കുന്ന വൈദികന്റെയോ ശുശ്രൂഷകരുടെ ഒരുക്കത്തേക്കാൾ അധികമായി നമ്മുടെ ഒരു ആത്മീയമായ ദാഹം ഈ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന തീവ്രമായ ആഗ്രഹമാണ് നമ്മളെ ഈ അനുഭവത്തിലേക്ക് നയിക്കുന്നത്. ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനോട് നോക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിന്റെ ഒരു ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും? സാധാരണഗതിയിൽ നമ്മൾ ഒരു വ്യക്തിയെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന കാണാറുണ്ട്. ഹിപ്നോട്ടിസം എന്ന മനഃശാസ്ത്രപരമായ സംവിധാനം ഉപയോഗിച്ചു, ഇല്ലെങ്കിൽ മാസ് ഹിസ്റ്റീരിയ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചില ആളുകൾക്ക് ചിലരെ നിയന്ത്രിക്കാൻ പറ്റും. ഓട്ടോ സജഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ആളുകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, വലിയ ഗ്രൂപ്പുകളാണ്. അതുപോലെ തന്നെ മെസ്മറിസം എന്ന ഒരു മനഃശാസ്ത്രപരമായി ബന്ധപ്പെട്ടുകൊണ്ട് മെസ്മർ ആരംഭിച്ച ഒരു രീതി അനുസരിച്ചും ഇങ്ങനെ ആളുകളെ നിയന്ത്രണ വിധേയമാക്കി മാറ്റാനായിട്ട് മനഃശാസ്ത്രപരമായ പല ടൂളുകളുണ്ട്. എന്നാൽ ഇവിടെ ഇതിലേക്ക് ഒന്നും പ്രവേശിക്കാതെ നമ്മൾ ദൈവത്തെ സ്വതന്ത്രമായി പാടി സ്തുതിച്ച് ആരാധിച്ച് നമ്മളുടെ ദൈവത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുകയും ദൈവാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി മാനസികമായിട്ട് ഒഴിഞ്ഞു നിൽക്കുന്ന വ്യക്തിയിലേക്കാണ് ഈ ആത്മപകർച്ച വരുന്നത്. അതേസമയം ഇതിനെ പ്രതികൂലമായി നിന്ന് ഇതിനെ എതിർത്ത് ചിന്തിച്ച് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ശാരീരിക സാന്നിധ്യം ഉണ്ടെങ്കിലും ആത്മീയമായ ഒരുക്കമില്ലാത്തവർ ഒരിക്കലും ഈ ആത്മപകർച്ചയുടെ ഭാഗമായി മാറുന്നു. ഓക്കെ, വീഴുന്നത് പല തലങ്ങളിൽ പല സ്റ്റൈലിൽ വീഴുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടാണ് ആളുകൾക്ക് വേറെ രീതിയിലുള്ള സംശയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെ കുറിച്ച് എന്താ ശരിക്കും വീഴ്ചയുടെ ഏതെല്ലാം തലങ്ങളിൽ എങ്ങനെയൊക്കെ വീഴുന്നത്, അതിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയതോ അല്ലെങ്കിൽ ആത്മീയതോ അതെങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞത് ഫോളിംഗ് ഇൻ സ്പിരിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഗാനശുശ്രൂഷയുടെ സമയത്ത് സ്വതന്ത്രമായിട്ട് സ്തുതിച്ചാരാധിക്കുന്ന സമയത്ത് ആളുകൾ അതിനകത്ത് പരിപൂർണമായിട്ട് ലയിച്ചു ചേരുന്ന സമയത്ത് അവരുടെ നിയന്ത്രണം, സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സമയത്ത് അത് വീഴുന്നു. അങ്ങനെയാണ് ഫോളിംഗ് ഇൻ സ്പിരിറ്റ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. രണ്ടാമത് വരുന്നത് റെസ്റ്റിംഗ് ഇൻ സ്പിരിറ്റ് എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. സ്വതന്ത്രമായി സ്തുതിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരു അഭിഷേകം സ്വീകരിക്കാൻ പരിപൂർണമായി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതൻ അവരുടെ ശിരസിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പുരോഹിതൻ തന്റെ പൗരോഹിത്യ ശുശ്രൂഷ വഴി, അല്ലെങ്കിൽ വചന പഠനം വഴി, വചന ധ്യാനം വഴി, പ്രാർത്ഥന വഴി, ഉപവാസം വഴി, ദൈവവുമായിട്ട് ഉള്ള ബന്ധം വഴി നേടിയെടുക്കുന്ന ആത്മശക്തി, ആ ആത്മശക്തി മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന ദൈവത്തിന്റെ ഒരു ചാനലായി മാറുകയാണ്. നമ്മള് മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഇരുമ്പ് നമ്മുടെ കയ്യിൽ കാന്തം ഉണ്ടെങ്കിൽ ഇരുമ്പിന്റെ അടുത്തേക്ക് വരുമ്പോൾ കാന്തം ഇരുമ്പിലേക്ക് അട്രാക്റ്റഡ് ആകും. ഇല്ലെങ്കിൽ ലെംഗേവിൽ ലൈനിന്റെ അടുത്തോടെ പോണ സമയത്ത് നമ്മൾ വളരെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ എന്തോന്ന് പിടിച്ചു വലിക്കുന്ന പോലെ തോന്നും. നമ്മൾ മുടിയൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. വലിയ 440 kV ലൈൻ, അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റിയുടെ വലിയ ലൈൻ, ടവർ ലൈനൊക്കെ പോകുന്നത് അതിനടുത്ത് പോലെ കുറച്ച് മാറി നടക്കണം. അത് പലപ്പോഴും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോലും ചെന്ന സമയത്ത് ട്രെയിൻ വളരെ സ്പീഡിൽ വരുന്ന സമയത്തും ട്രെയിൻ സ്പീഡിൽ നിർത്താതെ പോകുന്ന സമയത്തും പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെന്തോന്ന് ട്രെയിനിലേക്ക് വലിച്ച് വയ്ക്കുന്ന പോലെ ഒരു ശക്തിയുടെ ഒരു ആകർഷണം അവിടെ സംഭവിക്കും. അഭിഷേകം പ്രാപിച്ച വൈദികൻ ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്ന സമയത്ത് അഭിഷേക പകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കുകയും നമ്മുടെ ശിരസിൽ കാര്യങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് വെറുതെ ഇങ്ങനെ ഫെദർ ടച്ച് എന്നൊക്കെ പോലെ വെറുതെ ഇങ്ങനെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടുകയുള്ളൂ. ആ തൊടുന്ന സമയത്ത് തന്നെ നമുക്ക് ചില ആളുകൾക്ക് ഷോക്ക് അടിച്ച പോലെ തോന്നുന്നു. ചില ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നു. അത് ശരിക്കും കരച്ചിലല്ല, ആനന്ദ കണ്ണീരാണ്, ടിയേഴ്സ് ഓഫ് ജോയ് എന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് തങ്ങളുടെ ശരീരത്തിലൂടെ എണ്ണ ഒഴുകുന്ന പോലെ തോന്നും. അത് ഒരു ദൈവവേല ചെയ്യാനുള്ള ശുശ്രൂഷ. ബൈബിളിൽ എപ്പോഴും എണ്ണ അഭിഷേകത്തിന്റെ പ്രതീകമാണ്. അഹറോനെ മോശ ശിരസിൽ ഒലിവെണ്ണ ഒഴിച്ചുകൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. ദാവീദ് രാജാവിനെ പ്രവാചകൻ വന്ന്, നാഥാൻ പ്രവാചകൻ വന്ന്, സാമുവേൽ പ്രവാചകനൊക്കെ വന്ന് ശിരസിൽ തൈലം ഒഴിച്ചുകൊണ്ടാണ് അഭിഷേകം നടത്തുന്നത്. അപ്പൊ അഭിഷേകത്തിന്റെ പകർച്ച സംഭവിക്കുന്ന പോലെ പുരോഹിതൻ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ശരീരത്തിലൂടെ എണ്ണ ഒഴുകുന്ന പോലെ തോന്നുന്നു. ചിലരുടെയൊക്കെ ശരീരത്തിലൂടെ വെള്ളം ഒഴുകുന്ന പോലെ തോന്നുന്നു.
വെള്ളം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ജീവജലത്തിന്റെ അരുവി ഒഴുകുന്ന പോലെ തോന്നുന്നു. ഈശോയുടെ ഹൃദയം കുത്തിപ്പുളർത്തിയ സമയത്ത് അവസാന തുള്ളി രക്തവും വെള്ളവും മാറുന്നു വന്നതുപോലെ വെള്ളം ഒഴുകുന്ന പോലെ ഒരു അനുഭവത്തിലേക്ക് വരുന്നു. ചില ആളുകളുടെ ശരീരം തണുത്തു പോകുന്ന പോലെ തോന്നുന്നു, ചിലർക്ക് ശരീരം ചൂട് പിടിക്കുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള സാധാരണഗതിയിൽ നമ്മൾ അനുഭവിക്കാത്ത തരത്തിലുള്ള അനുഭവ തലങ്ങളിലൂടെ കടന്നു പോകുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഫാക്ടേഴ്സും കൂടി ചെയ്യുന്ന സമയത്ത് നമ്മളറിയാതെ വീണു പോകുന്നു. ഇങ്ങനെ വീണു പോകുന്ന ആളുകൾ ഒരു സാധാരണഗതി 7 മുതൽ 10 മിനിറ്റ് വരെ പരിപൂർണമായ മയക്കത്തിലേക്ക് പോകുന്നു. ആ മയങ്ങി പോകുന്ന സമയത്ത് അവർ പലപ്പോഴും ദർശനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾക്കും തീരുമാനമെടുക്കാനൊക്കെ ആയിട്ട് അവർക്ക് ഈ അനുഭവ തലത്തിലൂടെ പോകുന്ന ആളുകൾക്ക് സാധിക്കും. അവരുടെ ജീവിതത്തിൽ എന്ത് കരിയർ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ദൈവികമായ ദർശനങ്ങൾ, ബൈബിൾ വായിക്കാനുള്ള കൃപ, ബൈബിൾ പഠിക്കുവാനുള്ള കൃപ, ആത്മീയമായ കോഴ്സുകൾ ചേരുവാനും പുസ്തകങ്ങൾ എഴുതുവാനും പുസ്തകം വായിക്കുവാനൊക്കെ ഉള്ള പലതരത്തിലുള്ള കൃപകൾ ലഭിക്കുന്ന അസുലഭമായ ഒരു ഗോൾഡൻ മൊമെന്റ് ഇൻ ലൈഫ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് ഒരു റെസ്റ്റിംഗ് സ്പിരിറ്റ് അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നു. ഇതില് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഈ വീഴുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഇതില് നമ്മൾ സാധാരണഗതിയിൽ മനഃശാസ്ത്രപരമായ സമീപനം എന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ചിലർ പറയാറുള്ളത്. ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്ത് അയാളോട് പറയുന്നു ഒന്ന് കിടക്കാൻ പറയുന്നു. ആ കിടന്നതിന് ശേഷം അയാൾക്ക് ചുറ്റും നടക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുന്നു. യു ആർ സ്ലീപ്പിംഗ്, യു ആർ സ്ലീപ്പിംഗ്, യു ആർ സ്ലീപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇയാളങ്ങ് ഉറങ്ങി പോകുന്നു. പക്ഷെ അയാളുടെ ബാഹ്യ മനുഷ്യനാണ് ആ സമയത്ത് ഉറങ്ങി പോകുന്നത്. അയാളുടെ മനസ്സ് ഉണർന്നിരിക്കും, ശരിയായ ഉറക്കത്തിലേക്കല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് അവര് ഉത്തരം പറയുന്നുണ്ട്. പോലീസുകാർ പോലും ഇടിച്ചിട്ട് ചില കള്ളന്മാരെ കൊണ്ട് മൊഴി എടുപ്പിക്കാൻ പറ്റാണ്ട് വരുന്ന സമയത്ത് ഹിപ്നോട്ടൈസ് ചെയ്തിട്ടാണ് പലപ്പോഴും അവരെ കൊണ്ട് തെളിവെടുക്കുന്നത്. ചില രോഗികൾക്ക് അവരുടെ രോഗത്തിന്റെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും വെളിപ്പെടുത്താതിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് മാനസിക അസ്വസ്ഥതകളുള്ള ആളുകൾക്ക് ഹിപ്നോട്ടൈസ് ചെയ്തിട്ടാണ് പലപ്പോഴും രോഗത്തിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ വെളിപ്പെടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വെളിപ്പെടുവാനായിട്ട് ശ്രമിക്കും. ചില മദ്യപാനത്തിന് അടിമയായി പോയിട്ടുള്ള ആളുകൾക്ക് പോലും ഹിപ്നോട്ടൈസ് ചെയ്ത് അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർക്ക് അതിന്റെ മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സാധിക്കും. ഇതിന്റെ മനഃശാസ്ത്രപരമായ ഒരു വശമായിട്ട് നമ്മൾ കണ്ടാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന സമയത്ത് ആത്മീയമായി ഒരുങ്ങി നിൽക്കുന്ന വ്യക്തികൾ ആത്മീയമായ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നു, ആത്മീയ ശുശ്രൂഷ നിൽക്കുന്നു, ആൾക്കാരിലെ നല്ല പ്രകാശം, വെളിച്ചം, നമ്മൾ പറയുന്നതിലൂടെ ദൈവിക കാര്യങ്ങൾ പറയുന്നു, മാനുഷികമായ ഒരു കാര്യവും പറയുന്നില്ല. ആ ദൈവിക പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ആത്മവിവശതയിലായിരുന്നു. ദൈവദൂതൻ കടന്നു വരുന്നു. ആ ദൈവദൂതന്റെ കൈവശം 7 ചുരുളുകൾ ഉണ്ടായിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ 7 വിളക്കുകൾ കത്തിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ വെളിപാട് പുസ്തകം വായിച്ച ആളുകൾക്ക് ഈ സംഭവങ്ങളായിട്ട് അവരുടെ മനസ്സിനെ കൈകോർത്ത് വരും. അല്ലെങ്കിൽ എസെക്കിയേൽ പ്രവാചകന്റെ മുൻപിൽ ദൈവദൂതൻ കടന്നു വന്നു. കേബാർ നദി തീരത്ത് പ്രവാചകൻ നിൽക്കുകയായിരുന്നു. ദൈവദൂതനെ കണ്ട വഴിക്ക് എസെക്കിയേൽ പ്രവാചകൻ കമിഴ്ന്നു വീണു. ദാനിയേൽ പ്രവാചകൻ 21 ദിവസം പ്രാർത്ഥിച്ചു. ആദ്യ ദിവസം തന്നെ പ്രാർത്ഥന കേട്ടെങ്കിലും ദൈവദൂതനെ കടന്നു വരുന്ന സമയത്ത് പേർഷ്യ രാജ്യത്തിന്റെ ദൂതൻ അവനെ തടഞ്ഞു നിർത്തി. മിഖായേൽ വന്ന യുദ്ധമേറ്റെടുത്ത് ദൂതനെ അടുത്തേക്ക് അയച്ചു. പക്ഷെ ദൂതൻ കടന്നു കഴിക്കാൻ ദാനിയേൽ കമിഴ്ന്നു വീണു. ദാനിയേലിനെ ദൂതൻ പിടിച്ചു നിർത്തി. അപ്പൊ ഇങ്ങനെയുള്ള ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞ് ജനം അത് ഉൾക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ആത്മപകർച്ച സംഭവിക്കുകയാണ്. സുവിശേഷമായി പരിചയമുള്ള ആളുകൾക്ക് സുവിശേഷത്തിന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ശുശ്രൂഷയ്ക്ക് ഇവരെ ഒരുക്കുന്ന സമയത്ത് ഈ ആത്മപകർച്ച അപ്പം തന്നെ സംഭവിച്ചു തുടങ്ങുന്നു. പിന്നെ കാര്യങ്ങളെ വെച്ച് പോയി അതിന്റെ പൂർത്തീകരണം സംഭവിക്കാം. നമ്മൾ മറ്റ് ശാസ്ത്രീയം എന്ന് പറയുന്നത് ലാബറട്ടറിയിൽ കൊണ്ട് പരിശോധിച്ച് പിപ്പറ്റ്, ബ്യൂററ്റ്, മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പരിശോധിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഫോർമുലകൾ ഉപയോഗിച്ച് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കുന്ന പോലത്തെ ഒരു ശൈലിയല്ല ആത്മീയതയിലുള്ളത്. ആത്മീയതയിൽ ആത്മീയ കാര്യങ്ങൾ പറയുന്നു. സ്വീകരിക്കുന്ന ആളുകളിലേക്ക് ആത്മശക്തി കടന്നു വരികയും അവർ ആത്മശക്തിയാൽ നിറയും.
അവരൊരു പുതിയ സൃഷ്ടിയായി മാറുകയും ചെയ്യും. അവരുടെ ബാഹ്യ മനുഷ്യൻ, വചനം പറയുന്നുണ്ട് എഫെസ്യസ് ലേഖനത്തിൽ, ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുന്നു, എന്നാൽ അവരുടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുന്നു. ആ പ്രക്രിയയാണ് ഇവിടെ ഈ റെസ്റ്റിംഗ് ആൻഡ് സ്പിരിറ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, പലർക്കും ആധികാരികമായി ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും ശാസ്ത്രീയ തലത്തിലും ഇതിനെ കുറിച്ച് വളരെ വിശദീകരണം നമുക്ക് നടത്തി. ഇങ്ങനെ ഈ സബ്ജക്ട്, ഈ വിഷയത്തെ കുറിച്ച് പഠിക്കാനുള്ള ഒരു പ്രചോദനം ശരിക്കും എന്തായിരുന്നു? അല്ല, എനിക്ക് എൻ്റെ മനസ്സിൽ 1997 ഞാൻ കാൽവരി ആശ്രമത്തിൽ ഇപ്പോഴത്തെ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ ഡയറക്ടറായി ബെന്നിച്ചൻ നടത്തുന്ന ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പോകാൻ എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ചു. അതിൻ്റെ കാരണം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഭക്തശ്രീ ആയിരുന്നു. അപ്പം അമ്മ മരിച്ചുപോയി. പലയിടത്തും ധ്യാനത്തിന് പോയിരുന്നു. പ്രത്യേകിച്ച് ജോർജ് പനക്കിലച്ഛൻ്റെയും മാത്യു നായിക്കമ്പറമ്പിലച്ഛൻ്റെയൊക്കെ ധ്യാന ശുശ്രൂഷകൾ പലപ്പോഴും പങ്കെടുക്കാറുണ്ട്. അമ്മയുടെ ശിരസിൽ പലപ്പോഴും ഈ വൈദികരൊക്കെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ പഴയ ബിഷപ്പായ ജോസഫ് കുണ്ടുകുളം പിതാവ് ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്, അമ്മയുടെ കുടുംബത്തിൻ്റെ കുടുംബ സുഹൃത്താണ്. ഇടയ്ക്ക് വീട്ടിലൊക്കെ വരാറുണ്ട്. എൻ്റെ കല്യാണം പോലും കെട്ടിക്കാൻ വന്നത് കുണ്ടുകുളം പിതാവാണ്. അപ്പം ഞങ്ങൾ പിതാവിൻ്റെ മോതിരമുത്തുകയും പിതാവ് ഞങ്ങളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോഴൊന്നും ഞങ്ങൾ വീഴാറില്ല. അപ്പം അതുകൊണ്ട് അമ്മ ഈ ധ്യാനത്തിന് പോയ സമയത്ത് അച്ഛൻ കഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ വീണു. അപ്പം അമ്മയ്ക്ക് അതൊരു സംശയം, ഇത് ശരിയായ ഒരു ശുശ്രൂഷയാണോ, ഇത് ബൈബിൾ പ്രകാരമുള്ള ശുശ്രൂഷയാണോ, സഭ അംഗീകരിക്കുന്ന ശുശ്രൂഷയാണോ? ഞാൻ പൊതുവെ എന്തിനേയും ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരാളും, ഒരു ലോജിക്കൽ മൈൻഡ് പ്രോസസ് എന്നോ അല്ലെങ്കിൽ ഒരു റാഷണൽ തോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ ഉടനെ കയറി വിശ്വസിക്കുന്ന സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് എന്തിനേയും ചോദ്യം ചെയ്യും. നിഷേധാത്മകമായി ചോദ്യം ചെയ്യുന്നല്ല പറഞ്ഞത്. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്നതിന് മുമ്പ് ഇത് ആധികാരികമാണോ, ഇതിൻ്റെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് എന്താണ്, ഇതിൻ്റെ അവൈലബിൾ ഡേറ്റ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ എന്താണ്, പഠന രേഖകൾ എന്താണ്, പുസ്തകങ്ങൾ എന്താണ് എന്നൊക്കെ കുറിച്ച് അന്വേഷിക്കും ചെയ്യുന്നൊരു സ്വഭാവമാണ്. അതുകൊണ്ട് അമ്മ എന്തായാലും ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ എന്നെ നിർബന്ധിച്ചു. നിർബന്ധിച്ച് ഞാൻ ആ ധ്യാനത്തിന് പോയി. ആ ധ്യാനത്തിൽ പങ്കെടുത്ത 100-ൽ ഒരു 80 പേരും അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വീഴില്ലാന്ന് തീരുമാനിച്ചു. അച്ഛൻ പലതവണ എന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു, ഞാൻ വീണില്ല. പക്ഷെ ധ്യാനം കഴിഞ്ഞിട്ട് ആളുകൾ വന്നിട്ട്, ഈ മയങ്ങിപ്പോയ ആളുകൾ വന്നിട്ട് അവരുടെ കണ്ട ദർശനങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് വലിയ ദുഃഖം തോന്നി. ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ തീവ്രമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അവിടെ വ്യാഴാഴ്ച നടക്കുന്ന എല്ലാ ഏകദിന ശുശ്രൂഷയിൽ പങ്കെടുക്കും. ബുധനാഴ്ച രാത്രി ഉണ്ടായിരുന്ന മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മ ചെയ്യുന്നത് അവിടെയൊക്കെ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഒഴിവുള്ള ആളുകളൊക്കെ വിളിച്ചു. ഒരു 3 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോഴേക്കും എൻ്റെ മനസ്സ് പാകപ്പെടുകയും ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ബെന്നി ഹിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിദേശത്തുള്ള ഒരു ശുശ്രൂഷ, കത്തോലിക്ക സഭയിലെ അംഗമല്ല, അദ്ദേഹം ബാംഗ്ലൂരിലെ ഒരു മീറ്റിംഗ് നടത്തി. അവരുടെ ഒരു 5 ദിവസത്തെ ഒരു വലിയ കൺവെൻഷൻ, ബ്ലെസ്സിങ് ഇന്ത്യ എന്നുള്ള അങ്ങനത്തെ ഒരു പേരിട്ടൊരു പ്രോഗ്രാം. ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് വിശ്വ പരിഷത്തിന്റെ ആളുകളും RSSന്റെ ആളുകളൊക്കെ ഇതിന് അനുമതി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഗവൺമെന്റ് അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് തീവ്രവാദ ഭീഷണി ഉണ്ടായിരുന്നുകൊണ്ട് സ്റ്റേജിന്റെ മുൻപിൽ ഇന്ത്യയിലെ ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല സൈനിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇവർ 2 റോ ആയിട്ട്, ഒരു റോ സ്റ്റേജിലേക്ക് തോക്കും പിടിച്ച് നിൽക്കുന്നു, ഒരു റോ ഓഡിയൻസിലേക്ക് തോക്കും പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ ഈ 5-ാമത്തെ ദിവസത്തെ ശുശ്രൂഷയുടെ അവസാനം ഈ അഭിഷേക പകർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം വെളിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു വഴിക്ക് ഈ ബ്ലാക്ക് കാറ്റ്സ് മുഴുവൻ താഴെ, കൈ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു വഴിക്ക് ബാക്കി ഉണ്ടായിരുന്നു മുഴുവൻ താഴെ. ഇതിപ്പോ ഞാൻ വീണു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഈ ഇത്ര ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ, പ്രധാനമന്ത്രിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ, അത്തരം പരിശീലനം ശ്രദ്ധിച്ച ആളുകൾ ഒരു സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് മുഴുവൻ വീണു പോവുക, അത് ലൈവ് റെക്കോർഡിങ് ലൈവ് പോവുക, അത് കണ്ട ആളുകൾക്ക് മുഴുവൻ ഇത് യഥാർത്ഥത്തിലുള്ള നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. കുറച്ച് ആളുകൾ മുമ്പിലേക്ക് വീഴാൻ പറഞ്ഞിട്ട് നേരത്തെ ചട്ടം കെട്ടിയിട്ട് വേണമെങ്കിൽ കൊണ്ട് നിർത്താം. ഇതല്ല മിലിറ്ററി അല്ല. അത് കൂടെ കണ്ടപ്പോൾ എനിക്ക് ഈ ശുശ്രൂഷയിൽ ആഴമായ ബോധ്യം കിട്ടുകയും ചെയ്തു. അതിന് 2ാമത്തെ ഒരു വിഷയം ഉണ്ടായതിൽ ചിലന്ന് അന്ന് ദേവഗൌഡ എന്ന് പറഞ്ഞ ഒരാളാണ് കർണാടക മുഖ്യമന്ത്രി ഈ ശുശ്രൂഷ നടത്തുന്നത്. അപ്പോൾ ഇവരുടെ സംഘാടക സമിതിയിലെ ഒരാള് ഈ ബെന്നി ഹിന്നെ കൊണ്ട് ദേവഗൌഡയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക ആണ്.
ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പ്രേ ഫോർ ഹിം എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം അവിടെ ജൂബയൊക്കെ ഇട്ടിട്ട് ആളിനെ കയ്യൊക്കെ കൂപ്പി വളരെ ഭക്തിയോടുകൂടി ഉടനെ ബെന്നിഹിൻ ഇയാളുടെ തലയിൽ വെച്ചിട്ട് വന്നു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പൊ ഈ അടുത്ത് നിൽക്കുന്ന ആള് വീണ്ടും പറയാണ് ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക. അപ്പൊ ബെന്നിഹിൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇത് കഴിഞ്ഞ് ഒരു 11 മാസം കഴിയുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയം മാറി മറിഞ്ഞു. ദേവഗൌഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഏകദേശം 1 വർഷത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ബ്ലെസ്സിങ് അവിടെ നിന്ന് കിട്ടിയത്. ഈ പരിശുദ്ധാത്മാഭിഷേക പകർച്ച സംഭവിച്ചു. മുഖ്യമന്ത്രി ആയിരുന്ന ആളെ പ്രധാനമന്ത്രി പ്രൊഫസി പറയാണ് 1 വർഷം കഴിഞ്ഞാൽ സംഭവിക്കുകയും ചെയ്യും. ഇത് ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ വായിക്കുകയും പഠിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് എൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു ബോധ്യം എനിക്ക് കിട്ടി. ഇത് യഥാർത്ഥ ശുശ്രൂഷയാണെന്നുള്ള ഒരു ബോധ്യം, ഉറച്ച ബോധ്യം കിട്ടാൻ ഇത് വലിയൊരു കാരണം. അതിനെ തുടർന്ന് ഞാൻ പിന്നീട് കത്തോലിക്കരല്ലാത്ത ആളുകൾ പോൾ യോങ് ബിച്ചോ, കൊറിയ ബേസ്ഡ് ഇതുപോലത്തെ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ റെയ്നാഡ് ബോംഗെ, ഇവരുടെയൊക്കെ ശുശ്രൂഷകളുടെ വീഡിയോസ് കാണുകയും അവരെ ബുക്കൊക്കെ മേടിച്ച് വായിക്കുക. അതോടൊപ്പം തന്നെ ഫാദർ ഡി ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലുള്ള ഒരു അച്ഛൻ്റെ ഫ്രാൻസിസ് മെക്നോട്ട് എന്ന് പറഞ്ഞിട്ട് കത്തോലിക്ക സഭയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു മുൻ പുരോഹിതൻ US-ലുള്ള ഇവരുടെയൊക്കെ ബുക്സൊക്കെ വായിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഉറച്ച ബോധ്യം ഇത് യഥാർത്ഥ ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ ആത്മീയമാനത്തിലേക്ക് പോകാൻ ഇടയാണ്. പക്ഷെ ഞാൻ പോയ സമയത്ത് അത് ഇത്തിരി ഓവർ ഡോസായി പോയി നിൽക്കാം. ഒരു 3 ദിവസത്തോളം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയാത്ത അവസ്ഥ. അവസാനം എനിക്ക് ഗലീലിയിലുള്ള ഫാദർ തോമസ് അമ്പൂക്കൻ എന്ന അച്ഛൻ്റെ അടുത്ത് ക്ലിനിക്കൽ കൗൺസിലിങ്ങിന് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്തു. സെഷനൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ വീട്ടുകാരെല്ലാം കൂടെ എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്ന അവസ്ഥയിലെത്തി. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി മര്യാദയ്ക്ക് നടക്കുന്ന ചക്കര ധ്യാനത്തിന് പോയിട്ട് പ്രാന്തായി, ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ വരിക. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആ 3 ദിവസം ഞാൻ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇങ്ങനെ ഒഴുകി നടക്കുന്നില്ല. എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നെ കൈ പിടിച്ച് ഭക്ഷണം കഴിക്കാൻ ഒരു മേശം കൊണ്ടിരിക്കും. ഞാൻ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചുമർന്ന് വെച്ച് നടക്കുക. ഞാനല്ലാണ്ടായി മാറി. അത് കഴിഞ്ഞ് ആ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ പല ചിന്തകളും കടന്നു വരുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി. ഞാൻ ഇനിയൊരു പരിപാടിക്ക് ഇല്ല. മുഴുവൻ സമയം ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ച ഒരു ഫുൾ ടൈം കമ്മിറ്റ്മെന്റ് ഞാൻ എടുക്കാൻ ഈ ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷനിൽ തീരുമാനിച്ചു. ആ തീരുമാനിച്ച അപ്പോൾ തന്നെ ഞാൻ നോർമൽ ആവുകയും പിന്നെ കൗൺസിലിംഗൊന്നും പോകേണ്ടതൊന്നുമില്ല. അബ്സല്യൂട്ട്ലി നോർമലായി മാറുകയും ചെയ്തു. ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ബോധ്യത്തോടു കൂടി ഈ ശുശ്രൂഷയെ കുറിച്ച് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ഇതിന്റെ ക്ലാസ്സുകൾ എടുക്കാനും പഠിപ്പിക്കാനും പരിശുദ്ധാത്മാഭിഷേക ധ്യാനം തൊട്ട് എല്ലാ വർഷവും ഈ പെന്തക്കോസ്ത തിരുനാളിനോടനുബന്ധിച്ച് 3 ദിവസം പരിശുദ്ധാത്മാവിന്റെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന ധ്യാനങ്ങൾ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭാഷകളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാ വർഷവും ഇത്തരം ധ്യാനങ്ങൾ സംഘടിപ്പിക്കാനൊക്കെ അനുവദിക്കുകയും ചെയ്തു. മാത്രമല്ല അതൊക്കെ നല്ല ബോധ്യത്തോടുകൂടിയും വ്യക്തിപരമായ പരിപൂർണമായ ബോധ്യത്തോടുകൂടി പറയാനാണ് ഇടയാക്കുകയും ചെയ്തു. നമ്മൾ ഫോളിംഗ് ഇൻ സ്പിരിറ്റ്, റെസ്റ്റിംഗ് ഇൻ സ്പിരിറ്റ് എന്ന 2 പ്രതിഭാസത്തെ കുറിച്ചാണ് പറയുന്നത്. 3ാമത്തെ ഒരു പ്രതിഭാസമാണ് സ്പിരിച്വൽ സ്ലംബർ എന്നാണ് ഇതിനെ പറയുന്നത്. ആത്മീയമായ ഗാഠനിദ്രയിൽ ആവുകയാണ്. ചില ആളുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 5 മിനിറ്റും 10 മിനിറ്റ് കഴിഞ്ഞാൽ എഴുന്നേൽക്കില്ല. അവരങ്ങ് കിടന്നും ഉറങ്ങി. ആ ഉറങ്ങിപ്പോയിട്ട് അവരെ പിടിച്ചേൽപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവര് ഈ റോബോട്ട് നടക്കുന്ന പോലെ ആയിരിക്കും നടക്കുക. കയ്യൊക്കെ ഇങ്ങനെ സ്റ്റിഫായിട്ട് കാലൊക്കെ ഇങ്ങനെ മടങ്ങാതെ ഒക്കെയാണ് പലപ്പോഴും നടക്കുന്നത്. അവര് ആ ഒരു ആത്മീയ മയക്കത്തിന്റെ ഒരു നോർമൽ കോഴ്സ് കഴിയുമ്പോഴാണ് നോർമൽസിയിലേക്ക് വരുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് ആദത്തിനെ ഗാഠനിദ്രയിൽ ആഴ്ത്തിയിട്ടാണ് ദൈവം ഭാര്യയുടെ അടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചത്. ഈ എബ്രാഹം ഇതുപോലെ ഗാഠനിദ്രയിലായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. പത്മോസ് ദ്വീപിലായിരിക്കുന്ന സമയത്ത് യോഹന്നാൻ ആത്മവിവശതയിലായിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ ഇത് ഒരു ആത്മീയമായ പ്രക്രിയയാണ്. ചില ആളുകൾ ഇങ്ങനെ വളരെ ഗാഠമായ ആത്മീയ നിദ്രയിലേക്ക് കടന്നു പോയി. അങ്ങനെ പോകുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനസ്സിനേറ്റ മുറിവുകൾ മൂലം മാനസിക രോഗമൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്. ഡിപ്രഷനിലെ ചികിത്സ എടുക്കുന്ന ആളുകൾക്കൊക്കെ സ്വാഭാവികമായി സൗഖ്യം കിട്ടുകയും അവർക്ക് പിന്നെ പരിപൂർണമായി മരുന്നിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുന്നതായിട്ട്. 4ാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്.
SLAIN, സ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തോട്ട് വാള് പറ്റുന്നതിനാണ് സ്ലെയിം എന്നൊക്കെ പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുടെ ഉള്ളിൽ ഒരു റിബല്യസ് സ്പിരിറ്റുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ മറുതരിക്കുന്ന ആത്മാവെന്നൊക്കെ മലയാളത്തിൽ പറയുന്നത്. ആ മറുതരിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അതിനെ നിഷേധാത്മകമായിട്ട് സംസാരിക്കുക, വിമർശിക്കുക, കുറ്റപ്പെടുത്തുക, പരിഹസിക്കുക, പുച്ഛിക്കുക. ഒരു അച്ഛനെ കണ്ടു, ആ അച്ഛനാ ചെയ്തല്ല, ഒരു സിസ്റ്ററെ കണ്ടു, സിസ്റ്റർ ചെയ്തത്, അല്ലെങ്കിൽ ഒരു സുവിശേഷകനെ കണ്ടു, ബൈബിൾ പിടിച്ചിട്ടൊക്കെ വർക്ക് നടക്കുന്നു, ഒരു പണി ചെയ്യാണ്ട് കുടുംബം മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുകയാണ്. ഇങ്ങനെ സ്ഥിരമായിട്ട് എന്ത് കാണുകയും കേട്ട് കഴിഞ്ഞാൽ വിമർശിക്കും. അതൊരു കല്യാണം കൂടെ ആയാലും ബാർബർ ഷോപ്പായാലും നാട്ടിലെ രാവിലെ ചായക്കടയിൽ നിന്നിട്ടായാലും പള്ളി പ്രസംഗത്തിന്റെ സമയമാണെങ്കിൽ മാറി നിന്നിട്ട് സഭയുമായി ബന്ധപ്പെട്ട ആളുകൾ ഒക്കെ വിമർശിക്കുകയും ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരുടെ ഉള്ളിൽ ഒരു റിബല്യസ് സ്പിരിറ്റാണ് ഈ വർക്ക് ചെയ്യുന്നത്. അത്തരം ആളുകളുടെ സാധാരണ രീതിയിൽ ഒരു ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ആത്മീയമായ പ്രാഭവ കേന്ദ്രമായിട്ടൊരു ബന്ധമില്ലാത്ത നിൽക്കുന്ന ആളുകളെ നമ്മൾ പൗലോസ്ലീഹനെ കുറിച്ച് വായിക്കുന്നു. ജെറുസലേമിൽ നിന്ന് ദമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് പോകും, യേശുവിന്റെ നാമം പ്രഘോഷിക്കുന്നു. ആ യേശുനാമം പ്രഘോഷിക്കുന്ന ആളുകളെ പിടികൂടി സിന്ധദ്രീൻ സഭയുടെ മുൻപിൽ വിചാരണയ്ക്ക് കൊണ്ടുപോയി അവരെ ശിക്ഷിക്കുന്ന ഉദ്ദേശത്തോടുകൂടി അധികാരപത്രം കൊണ്ടാണ് പോകുന്നത്. പിടികൂടി ശിക്ഷിക്കാനുള്ള അധികാരപത്രം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ക്രിസ്തുവിന് പരിപൂർണമായിട്ടും എതിരാണ്, ക്രിസ്തീയ ശിഷ്യ സമൂഹത്തിന് പരിപൂർണമായിട്ടും എതിരായിട്ടുള്ള ആളുകൾ കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് അദ്ദേഹത്തിന്റെ മേലൊരു വലിയ പ്രകാശം വന്ന് പതിക്കുന്നു. പൗലോസ്ലീഹ താഴെ വീഴുന്നു. താഴെ വീണ സമയത്ത് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടം. ആ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ വീട് കാണുന്നു. ഋജിവേരി എന്ന് വിളിക്കുന്ന തെരുവിലുള്ള ഒരു ഭവനത്തിൽ പോയി അദ്ദേഹം താമസിക്കുന്നു. 3 ദിവസം കണ്ണ് കാണാതെ അവിടെ ഇരുന്ന് അദ്ദേഹം കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആ വീണതിന് ശേഷം നമ്മുടെ ബൈബിളിൽ വായിക്കുന്നുണ്ട്, പൗലോസ് ചോദിക്കുന്നുണ്ട്, വെളിച്ചമാണ് വീണത്. പക്ഷെ പൗലോസ് വലിയ ജ്ഞാനി ആയതുകൊണ്ട് ചോദിച്ചു, നീ ആരാണ്? അല്ലെങ്കിൽ ആ വെളിച്ചത്തെ ഒരു വ്യക്തിയായിട്ട് കാണാനായിട്ട് സാധിച്ചു. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി എന്ന നിലയിൽ കാണും. നമ്മുടെ പരിശുദ്ധാത്മാവിനെ പലപ്പോഴും ശക്തി എന്ന നിലയിലാണ് കാണും. ഒരു വ്യക്തി എന്ന നിലയിൽ കാണാൻ പറ്റും, നീ ആരാണെന്ന് ചോദിക്കും. ആ ചോദിച്ച വഴിക്ക് കൊടുക്കുന്ന പറഞ്ഞു, നീ പീഡിപ്പിക്കുന്നത് ക്രിസ്തുവാണ്, ഞാൻ എന്നാണ്. ക്രിസ്തുവാണ് മറുപടി കൊടുക്കുന്നത്. വെളിച്ചമാണ് വീണത്. ചോദ്യം ചോദിച്ചത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നുള്ള ചിന്തയിലാണ്, മറുപടി കൊടുത്തത് ക്രിസ്തുവാണ്. ഈ മറുപടി കേട്ട് അതിനുശേഷമാണ് ക്രിസ്തുവിനെ കുറിച്ച് ഈ കണ്ണ് കാണാത്ത 3 ദിവസം ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു, അനനിയാസ് എന്ന് പറയുന്ന ശിഷ്യന്മാരുടെ സംഘത്തിൽപ്പെട്ട ഒരു ശുശ്രൂഷകനെ പരിശുദ്ധാത്മാവ് കടന്നു വരികയും അവനോട് സംസാരിച്ചിട്ട് ഈ അനനിയാസിനോട് പറഞ്ഞു, പൗലോസിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പൗലോസിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് അനന്യാസ് പറഞ്ഞു, അവൻ സഭയെ പീഡിപ്പിക്കുന്നതിനാണ്, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല. അനന്യാസിനെ ദൈവദൂതൻ കടന്നു വന്ന് പൗലോസ് താമസിക്കുന്ന ഋജുവിനെ കുറിച്ച് പറയുന്നു, ഭവനത്തെ കുറിച്ച് പറഞ്ഞു. അവസാനം മനസ്സോടെ അനന്യാസ് കടന്നു വരുന്നു, പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ചിദംബരകൾ പോലെ എന്തോ ഒന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് ഒഴിഞ്ഞു വീണു. അവൻ സൗഖ്യം പ്രാപിച്ചു, അവന്റെ കാഴ്ച വീണ്ടും കിട്ടി. അവൻ ക്രിസ്തു ദൈവപുത്രനാണെന്ന് പ്രഘോഷിക്കാൻ തുടങ്ങി. തുടർന്ന് നമ്മൾ കാണുന്ന പൗലോസ് നടത്തിയ പ്രേക്ഷിത യാത്രകൾ 13 പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ എഴുതുവാൻ പൗലോസിന് സാധിക്കുന്നു. ആത്മീയമായ വലിയ അനുഭവത്തിലേക്ക് നിരവധി ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നു. ക്രിസ്തു അവന് പ്രത്യക്ഷപ്പെടുന്നു, വിജാതികളുടെ അപ്പസ്തലനായി മാറുന്നു. സഭയെ പണിതുവരുന്നതിൽ പത്രോസിനോടൊപ്പം തന്നെ വലിയ പങ്ക് വഹിക്കാനും അവസാനം പത്രോസിനോട് ഒപ്പം തന്നെ റോമിൽ വെച്ച് മരിക്കുവാനും പൗലോസിന് സാധിച്ചു. അപ്പൊ ഇതുപോലുള്ള വിമത സ്വഭാവമുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാം, അവര് കഴുത്ത് ചിലർ പലരിന്റെ പിന്നിലേക്ക് വലിക്കും, ചിലർ കഴുത്ത് വട്ടം കറക്കും. പിന്നെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയുടെ ഫ്ലോ പോലെ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കരങ്ങളെ ശക്തമായിട്ട് വെച്ച് പ്രാർത്ഥിക്കും. അവർ വിധേയപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അവരെ ശിരസിന്റെ പുറകിലേക്ക് അല്പം താഴ്ത്തുകയും ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവര് ഇടുത്തടിച്ച് വീഴുന്നൊക്കെ കേട്ടു, തെറിച്ചു പോവുകയൊക്കെ ചെയ്യുന്നതൊക്കെ കാണാം. പിന്നെ കോൺക്രീറ്റ് തറയിലായതുകൊണ്ട് മിക്കവാറും തല നിരക്കടിച്ച് പരിക്ക് പറ്റാതിരിക്കാൻ നമ്മൾ വോളണ്ടിയേഴ്സിനെ ചുമതലപ്പെടുത്തും. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവസാനിപ്പിച്ചു. ഈ 1-ാം പ്രമാണത്തിന്റെ ലംഘനം നടത്തിയിട്ടുള്ള ആളുകൾ
വിജാതീയ ദേവീദേവന്മാരെ ആരാധിച്ചിട്ടുള്ള ആളുകൾ, വിജാതീയ ദേവീദേവന്മാർക്ക് പൂജയായി സമർപ്പിക്കപ്പെട്ട വസ്തുക്കൾ ഭക്ഷിച്ച ആളുകൾ, ഇതിന് മനഃപൂർവ്വം ചാത്തൻ സേവ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ, ഇവർക്കുള്ള ഉള്ളിലൊക്കെയാണ് ഈ റിലീജിയസ് സ്പിരിറ്റ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നു, ശക്തമായി പ്രാർത്ഥിക്കുന്നു, അവരെ വിധേയപ്പെടുത്തുകയും ചെയ്യുന്നു. ആ വിധേയപ്പെട്ട് അവരെ അതിന് കീഴടങ്ങുന്ന സമയത്ത് അവർ വീഴുകയും ഒരു പുതിയ സൃഷ്ടിയായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ ഇടയിൽ എന്നുള്ള ഈ ബന്ധം ഇവരെ പരിപൂർണമായ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി ചെയ്യുന്നവരായിട്ട് നമ്മൾ ചില സംഭവങ്ങൾ ഞാൻ പറയാം, പേര് പരാമർശിച്ചുകൊണ്ടെന്ന് പറയാം. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെയുള്ള PJ ആന്റണി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. തൃശ്ശൂരിലുള്ള 50-60 ട്രേഡ് യൂണിയന്റെ നേതാവായിരുന്നു. നിരീശ്വരവാദിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയിൽ കൊണ്ടുപോയി കമ്മ്യൂണിസം പഠിപ്പിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം പുറത്തുവരുടെ ധ്യാനം കൂടി വന്നതിന് ശേഷം നേരെ തിരിഞ്ഞു വന്ന് സുവിശേഷ പ്രഘോഷകനായി മാറി. ഒരു റിബല്യസ് സ്പിരിറ്റ് ഉള്ള ഒരാളായിരുന്നു, കർത്താവിനെ വിധേയപ്പെടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിവൈനിലുള്ള രണദീപ എന്ന് പറഞ്ഞ പേര് തന്നെ കേട്ടപ്പോൾ മനസ്സിലായി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് രണദീപയുടെ പേരാണ്. ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം. ഡിവൈനിൽ വന്ന് ധ്യാനം കൂടുകയും നിരീശ്വരവാദം പ്രചരിപ്പിക്കുകയും ദൈവമില്ല എന്ന് പറഞ്ഞാൽ രണദീപയെ നോമത്തിൽ സ്വീകരിക്കുകയും ക്രിസ്തുമതത്തിൽ ചെയ്യുകയും ക്രിസ്തീയ വിശ്വാസിയായി മാറുകയും യേശുവിനെ പ്രഘോഷിക്കുന്ന ശക്തനായ പ്രഘോഷകനായി മാറി. ഇത് പലരുടെയും ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്ന ചില പേരുകൾ പറഞ്ഞു മാത്രം. ഈ റിബല്യസ് സ്പിരിറ്റുള്ള ആളുകളെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് അവർക്ക് ഒരു അടിസ്ഥാനപരമായ മാറ്റം വരുന്നത്. പക്ഷെ അത് വീണ്ടും പോവാതിരിക്കാൻ ഈ ശുശ്രൂഷ കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് കുറച്ച് നാളെങ്കിലും തുടർച്ചയായിട്ട് കൗൺസിലിങ്ങിന് ഏർപ്പാടാക്കുക, ഏതെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പ് അസോസിയേറ്റ് ചെയ്യുക, ആഴ്ചയിലൊരിക്കലും മുഴുവൻ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക, വീഴാതെ നിൽക്കാനുള്ള ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റി ചെയ്താൽ മാത്രമാണ് ഇവർക്ക് ഒരു ശാശ്വതമായ ഒരു മാറ്റം ഉണ്ടാവും. കുറച്ച് നാള് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല ശുശ്രൂഷകരായി മാറും, അല്ലെങ്കിൽ നല്ല സാക്ഷികളായി അവർ മാറുകയും ചെയ്യും. ഇതാണ് ഈ കാര്യങ്ങളിൽ പറയാനുള്ളത്. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം. ഇമ്പാർട്ടേഷൻ പോലീസ് ബെൽ, പരിശുദ്ധാത്മാഭിഷേകം പകർച്ച സംഭവിക്കുന്നു. ഫോളോയിങ് ഇൻ സ്പിരിറ്റ്, പാടി സ്തുതിക്കുമ്പോൾ തന്നെ വീഴുന്നു, എഴുന്നേൽക്കുന്നു. റെസ്റ്റിംഗ് ഇൻ സ്പിരിറ്റ്, 10 മിനിറ്റോളം കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീഴുന്നു, എഴുന്നേൽക്കുന്നു. സ്പിരിച്വൽ സ്ലംബർ, സമയങ്ങളോളം മണിക്കൂറുകളോളം ആത്മീയമായ ധാരണനിലയിലാകുന്നു. സ്ലെയിങ് ഇൻ സ്പിരിറ്റ്, വിമത സ്വഭാവമുള്ള മതലിക്കുന്ന സ്വഭാവമുള്ള ആളുകളെ കീഴ്പ്പെടുത്തി ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുത്തുകയും അവരെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയും ചെയ്യും. ഇതാണ് ഈ ശുശ്രൂഷയുടെ ആഗ്രഹം. ഇപ്പോൾ വ്യാപകമായി ഇന്ന് ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു വളരെ വിശദമായി ഈ വീഴുന്നതിനെ കുറിച്ചിട്ട് രാജൻപദം നമ്മൾ പ്രതിപാദിച്ചു. ഇനിയും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കമന്റ്സ് ബോക്സ് നിങ്ങൾക്ക് ഇടാം. വളരെ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയും അത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്ന രാജൻപദം എല്ലാവരുടെ പേരിലും പഠിക്കുന്നു.